നവരാത്രിയോടനുബന്ധിച്ച് നമ്മൾ കുറച്ച് ദിവസങ്ങളായി ചെറുപയർ, വൻപയർ, പരിപ്പ്, കടല അങ്ങനെയുള്ള ധാന്യങ്ങളും പച്ചക്കറികളൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയായിട്ട് ചിക്കൻ തിന്നാനൊരു മോഹം. ഓടിപ്പോയി കോൾഡ് സ്റ്റോറേജിൽ നിന്ന് 1/2 കിലോ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വേപ്പില, പിന്നെന്താ സവാള, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം കൂടി അരിഞ്ഞെടുത്തു. അതിലേക്ക് ചിക്കൻ ഇട്ടു, ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതിലേക്ക് വേണ്ട ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി ഒരു 5 മിനിറ്റ് വെച്ചിട്ടോ. പിന്നെ നേരെ കുക്കറിലേക്ക് ഇട്ടു. നമ്മുടെ ചിക്കൻ മസാല പുരട്ടി വെച്ചിരുന്ന ആ പ്ലേറ്റ് ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുക്കറിൻ്റെ മൂടിയില്ലേ, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് എല്ലായിടത്തും ആക്കിയതിന് ശേഷം കുക്കർ മൂടി നേരെ സ്റ്റവിലേക്ക് കയറ്റിയിട്ടു. ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസിലടുപ്പിച്ചു കേട്ടോ. എന്നിട്ട് അതൊന്ന് തണുക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഇത് എയറൊക്കെ പോയി വന്നപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് സ്റ്റവിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ കറി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കുക്കറിൻ്റെ മൂടി കണ്ട, ഇതിൽ ഒരു തുള്ളി പോലും നമ്മുടെ കറി ആയിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ കുക്കർ ഈ ചിക്കൻ കറിയിൽ കുളിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടിപ്പ് നല്ല ടിപ്പാണ്. പിന്നെ ഒന്നും കൂടി ചാറൊന്ന് വറ്റിച്ച് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ചോറുണ്ണാം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ പാകത്തിനാണ്. അങ്ങനെ ഞാൻ വേഗം തന്നെ മോനുള്ള ചോറ് കൊടുത്തിട്ട് ഞാനും കഴിക്കാനായിട്ട് എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ കറി അടിപൊളിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം കേട്ടോ. ബായ്.